ഇടുക്കി മുള്ളരിങ്ങാടിൽ 22 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ അമറിനെ കാട്ടാന ചവിട്ടിക്കൊന്നതിൽ വലിയ രീതിയിൽ പ്രതിഷേധമാണ് നാട്ടിൽ നടക്കുന്നത്. നിരന്തരം ഉണ്ടാകുന്ന ഈ കാട്ടാന ആക്രമണങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാരിന് കൃത്യമായി ഇടപെട്ട് പരിഹരിക്കാൻ കഴിയാത്തതെന്നൊരു ചോദ്യമാണ് നാട്ടുകാരുടനീളം ചോദിക്കുന്നത്. ഒരു മാസത്തിനുള്ളിൽ ഇത് 3ാമത്തെ തവണയാണ് കാട്ടാന ആക്രമണത്തിൽ ആളുകൾ കൊല്ലപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സർക്കാരിന് ഇത് തടയാൻ കഴിയാത്തത്, കൃത്യമായിട്ടുള്ള പരിഹാരം കണ്ടെത്താൻ കഴിയാത്തത്? ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ ആരംഭിക്കുന്നു. സ്വാഗതം. കാട്ടാനകളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി കൃത്യമായിട്ടുള്ള, അല്ലെങ്കിൽ കാട്ടാനകൾ നാട്ടിലേക്ക് ഇറങ്ങുന്നതിന് തടയുന്നതിനു വേണ്ടി ഫെൻസിങ്ങുകളും കിടങ്ങുകളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് കൃത്യമായി ഒരിടത്തേക്ക് എത്തുന്നില്ല, അല്ലെങ്കിൽ കൃത്യമായി എല്ലായിടത്തേക്കും തുല്യമായി ഇത് എത്തുന്നതിനോ നടപ്പാക്കുന്നതിനോ ഒന്നും തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ അലംഭാവം ഉണ്ടാകുന്നു. അത് തന്നെയാണ് ഇടുക്കിയിലും സംഭവിച്ചിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആളുകൾ വലിയ രീതിയിൽ പ്രതിഷേധത്തിലാണ്. ഉടനെ പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധവുമായി തെരുവിലിറങ്ങാൻ തന്നെയാണ് നാട്ടുകാരും തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോ 3 വർഷത്തോളമായി ആനകൾ ഇവിടെ ചുറ്റി നടക്കാൻ തുടങ്ങിയിട്ട് പലപ്പോഴും അധികൃതരെയും വനവകുപ്പിനെയും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല. അതിന് ഏറ്റവും ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്? ഇത് ആവർത്തിക്കപ്പെടുന്നതിന്റെ കാരണം നിയമപ്രശ്നങ്ങൾ തന്നെയാണ്. ഇത് വന നിയമങ്ങൾ എന്ന് പറഞ്ഞ് പൊതുജനങ്ങൾക്ക് ഇവിടെ നിന്നൊരു വിറക് എടുക്കാൻ പാടില്ല. ഒരു പാമ്പ് ചത്തു കിടന്നാൽ ആ ചത്തു കിടന്ന പാമ്പിന്റെ ആ സൈഡിൽ കൂടെ കടന്നു പോയവന്റെ പേരിൽ കേസെടുക്കും. അതേസമയം ഇന്നലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും എല്ലാം പറയുന്നത് കേട്ടത്, ഞങ്ങൾ ഈ ആനയെ ഓടിക്കാൻ വേണ്ടി പൊതുജനങ്ങളുടെ വലിയ സഹകരണം ഉണ്ടായിട്ടുണ്ടെന്നാണ്. അപ്പം ആ ആനകളെ ഓടിക്കേണ്ട ഉത്തരവാദിത്തം യാതൊരുവിധ ഇതും കിട്ടാത്ത, പരിശീലനവും കിട്ടാത്ത സാധാരണക്കാരിൽ ബന്ധിതമാവുകയും അവർക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റിന് ചോദിക്കുമ്പോൾ അത് മൂന്നാർ DFI ആണ് ചെയ്യേണ്ടത്, ഇടുക്കി DFI ആണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് പോകുന്ന സ്ഥിതിയാണുള്ളത്. അതായത് പഞ്ചായത്ത് മെമ്പർ മുതൽ പാർലമെന്റ് മെമ്പർ വരെയുള്ള ആളുകളുടെ കൂട്ടായ പ്രവർത്തനം കൊണ്ടും ഏകീകരിച്ച സ്വഭാവം കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. അത് ചെയ്യാത്തതാണ് നാട്ടിലെ ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത്. ഇപ്പോൾ തന്നെ 18 ആന ഉണ്ടായിരുന്നു, 15 ഓടിച്ചു എന്ന് പറഞ്ഞു. ഈ 15 ഓടിച്ച് 3 ആന ഇവിടെ അവശേഷിക്കുകയാണ്. ആ അവശേഷിക്കുന്ന ആനയെ ഓടിക്കാനുള്ള സംവിധാനങ്ങളില്ല. രാത്രിയിൽ ഇവിടെ വിറക് പറക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ തന്നെ രാത്രിയിൽ 100 കണക്കിന് ആളുകൾ ഇവിടുത്തെ വിറക് ശേഖരിച്ചുകൊണ്ട് തീയിടുകയാണ് ഈ ആന വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം സത്യത്തിലൊരു ഭരണകൂടം ഇവിടെ ഉണ്ടോ എന്ന് തന്നെ സംശയിക്കുന്ന രീതിയിലാണ്. കാരണം ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും കണ്ടാൽ വനത്തിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഇന്നലെ ഉണ്ടായ സംഭവം എന്ന് വെച്ചാൽ ഇത് വനാതിർത്തിയിലാണ്, വനത്തിനുള്ളിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായതുകൊണ്ട് അതുകൊണ്ട് മരിച്ചയാളുടെ പേരിൽ കേസെടുക്കണം എന്നുള്ള രീതിക്കാണ് ഉദ്യോഗസ്ഥന്മാർ സംസാരിക്കുന്നത്. അങ്ങനെ വനക്കയ്യേറ്റം നടത്തിയെന്നുള്ള രീതിയിലാണ്. അതായത് നമുക്കറിയാം, ഇവിടെ നിങ്ങൾ പോയി നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ ഈ തേക്കും പ്ലാന്റേഷൻ ഉണ്ട്. തേക്കും പ്ലാന്റേഷൻ ഇവരുടെ വീടുമായിട്ട് ഒരു 10 മീറ്റർ പോലുമില്ല. ആ 10 മീറ്ററിലുള്ള ആന വരുന്നത് ഇവർ താമസിക്കുന്ന പട്ടയുള്ള ഭൂമിയിലാണ്. അതിന് സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അത് ചെയ്യാത്തതാണ് നാട്ടിലെ വലിയ കുഴപ്പം. ഇത് വലിയ അപരാധമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിന് മാറ്റമാണ് വരേണ്ടത്. ഇതിന് ഉടനെ ഒരു പരിഹാരം ഉണ്ടായില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനല്ലേ? അതിശക്തമായ പ്രതിഷേധം ഉണ്ടാവും. ഈ പ്രതിഷേധം തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്നുള്ള കാര്യമാണ്. ഈ പ്രതിഷേധമൊന്നും ആയിരിക്കില്ല. ഇത് യഥാർത്ഥത്തിൽ ഇവിടുത്തെ മത നേതൃത്വം, രാഷ്ട്രീയ നേതൃത്വമൊക്കെ വളരെ പക്വതയോടുകൂടി പെരുമാറിയതുകൊണ്ട് മാത്രമാണ്. നമുക്കറിയാം, ഇന്നലെ ഇങ്ങനെ സംഭവം ഉണ്ടായിട്ട് അസിസ്റ്റന്റ് കളക്ടർ ഇവിടെ എത്തുന്നതിന് പോലും 6-7 മണിക്കൂർ സമയം താമസിച്ചു എന്നുള്ളത് എത്ര അപരാധമാണ്. അതിന് മുഴുവൻ ആളുകളും അവിടെ ഈ മോർച്ചറിയിൽ കിടക്കുന്ന ശവത്തിന്റെ മുമ്പിൽ വെച്ച് ധർണ നടത്തേണ്ടി വന്നു എന്നുള്ളത് ഈ രാജ്യത്തെ ഏറ്റവും വലിയ അപജയമല്ലേ? അത് അവിടെയാണ് മാറ്റം വരേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് 2ാമത്തെ പ്രാവശ്യമാണ് ഇങ്ങനെ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും പിന്നീട് ആ മൃതദേഹവുമായി ആളുകൾ പ്രതിഷേധിക്കുന്നതും. ആ ഒരു അവസ്ഥയിലേക്ക് വരെ നമ്മുടെ ജനങ്ങളെ കൊണ്ടെത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമായി മാറി എന്ന് തന്നെയാണ് നാട്ടുകാർ ഏറ്റവും പ്രധാനമായും ആരോപിക്കുന്നത്. ചേട്ടാ, ഇവിടെ വർഷങ്ങളായി? അതെ, 40 വർഷമായി ഈ ആന ഇറങ്ങിയിട്ട് എത്ര? ആന ഇറങ്ങിയിട്ട് ഇപ്പം ഒരു വർഷം 2 വർഷം ആവുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആകെ പ്രശ്നമാണ്. എപ്പോഴും ആന റോഡിൽ വണ്ടി വരാത്ത ഭാഗത്തും രാത്രി സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ആർക്കും വരാനും പോകാനും ഒന്നും പറ്റില്ല. അത് തന്നെ, അതാണ് ഏറ്റവും മെയിൻ. അത് തന്നെയല്ല, ഇപ്പം ഒരാളെ കൊന്നു. ഇനി ഇതൊരു പ്രശ്നമായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് എല്ലാവരും ജാതിമത ഭേദമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നിച്ച് ഇറങ്ങും. ഇവിടെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നല്ല, അല്ലാതെ ആരും തന്നെ കണ്ടെന്നിരിക്കുകയില്ല. അതിനുള്ള സംവിധാനം എത്രയും വേഗം ഉണ്ടായിരിക്കണം.
അത് ആഴ്ചകൾക്കകം ഇത് കാര്യങ്ങളൊക്കെ നീക്കുക കൊണ്ടായിരിക്കണം. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഈ ആന വരുമ്പോൾ നിങ്ങൾ നാട്ടുകാർ തന്നെയാണ് അതിനെ തുരത്തുന്നത്? ആന വന്നപ്പോൾ ഞങ്ങൾ പലപ്പോൾ ഞങ്ങൾ തന്നെ ഇവിടെ ഓടിച്ചതൊക്കെ. പക്ഷേ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഒരാളെ കാര്യം തീർത്ത് കളഞ്ഞു. ഇനി അത് ഉണ്ടാകരുത്. ഉണ്ടായിരുന്നില്ല. ഇനി എത്രയും വേഗം ഇതിൻ്റെ ലൈനിൻ്റെ ഫെൻസിങ് ഇടുകയോ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ എത്രയും വേഗം ചെയ്ത് ഇവിടെ ഒഴിവാക്കണം. മൂന്നാണെങ്കിൽ ഇവിടുന്ന് ഒഴിവാക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഫെൻസിംഗ് പോലും കൃത്യമായി നടപ്പാക്കുന്നില്ല അല്ലെങ്കിൽ പൂർത്തിയാക്കുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ പരാതി. ഒരു പരിഹാരം, അടിയന്തരമായി ഒരു താൽക്കാലിക ഒരു ശാശ്വതമായിട്ടുള്ള പരിഹാരം ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ആവർത്തിക്കുന്നത്. ഈ കാട്ടാന ഇറങ്ങുന്നതൊക്കെ പലതവണ പരാതി പറഞ്ഞിട്ടുണ്ട്. ഫെൻസിംഗ് ഇവിടെ ഇപ്പോൾ പകുതി വരെയാണ് കറണ്ട് ഉള്ളത്. ബാക്കി ഞങ്ങൾ 3 ലക്ഷം കയ്യിൽ നിന്ന് കിട്ടാൻ സംഭവം. 3 ലക്ഷം നാട്ടിൽ പിരിച്ചാണ് 20 ഉണ്ടാക്കി കിട്ടാക്കണേ. പോർഷൻ ഒരു വിധം കിട്ടില്ല. അത് മുടക്കൊന്നുമില്ല. അവർ അതാ പറയാനുള്ളത്. കറണ്ട് ഉണ്ട്. ഇപ്പോൾ ഓഫീഡാണ് ഇന്നിപ്പോൾ പെൻസിൽ മറിച്ചുണ്ട്. അത് ഞങ്ങൾ നാട്ടിൽ ചെയ്തതാ. പോർഷൻ ഒരു പൈസ മുടക്കിട്ടില്ല ഇതിനകത്ത്. ഇത് തീർത്തും ഗവൺമെൻറ്റിൻ്റെയും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കുറ്റകരമായ അനാസ്ഥയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ നമ്മെ വിട്ട് പിരിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബം എന്ന് പറയുന്നത് വളരെ പാവപ്പെട്ട കുടുംബമാണ്. ആ കുടുംബം അനാഥമായിരിക്കും. ആ കുടുംബത്തിലുള്ള ആകെ ആശ്രയവും ആ കുടുംബത്തിൻ്റെ പ്രതീക്ഷയുമായിരുന്നു ഇന്ന് നമ്മളിന്ന് വിട്ടുപിരിഞ്ഞ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ളത്. അതുകൊണ്ട് ആ കുടുംബത്തെ ഈ ഗവൺമെൻറ് ദത്തെടുത്ത് ആ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പരിഹാരം. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ ഭീതി അകറ്റുന്നതിന് വേണ്ടി ഈ 3 ആനകൾ ബാക്കിയുണ്ടെന്ന് പറയുന്ന ആനകളെ എത്രയും വേഗം ഉൾക്കാട്ടിലേക്ക് മാറ്റുകയും ഇവിടെ ജനങ്ങൾക്ക് ഭീതിയില്ലാതെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് നല്ല രീതിയിൽ ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റിന് ബാധ്യതയുണ്ട്. ഇതില്ല എങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ശക്തമായ പ്രതിഷേധവുമായി ഈ നാട്ടിലെ ജനങ്ങൾ ഇറങ്ങേണ്ടി വരും എന്നൊരു സൂചന മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ ആന കുറച്ച് നാളായാലും 3 വർഷമായുള്ള ഇങ്ങോട്ട് വന്നിട്ടൊന്നും അതിനു മുമ്പ് ഇവിടെ ആനകളൊന്നും തന്നെ ഉണ്ടായിരുന്ന പ്രദേശം ഇതുപോലെ വലിയ ഒരു ശല്യവും ആളുകൾക്ക് ഇത്രയും വലിയൊരു ഭീതിയൊന്നും ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിരുന്നില്ല. രാത്രിയാവുമ്പോൾ പക്ഷെ അത് ഇപ്പോൾ വേനൽക്കാലമായില്ലേ, അതുകൊണ്ട് അത് വെള്ളം കുടിക്കാൻ ഇവിടെ ഈ പുഴയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലുള്ള വലരികളൊക്കെ ഉണങ്ങി വരണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കൊണ്ട് അതുങ്ങളിങ്ങനെ ഓടി നടക്കണം. പക്ഷേ രാത്രി സമയങ്ങളിൽ ഇവിടെയുള്ള കൃഷികളൊക്കെ നശിപ്പിക്കുന്നുണ്ട്. ഇപ്പം ഇത് ആദ്യമായിട്ടാണ്, കുറേ കാലങ്ങളായി ഇവിടെ ആന വരുന്നു. പക്ഷേ ആന വരുന്നുണ്ടെങ്കിൽ ആളെ കൊന്നിട്ടില്ല. പക്ഷെ ഇത് ആദ്യമായിട്ടാണ്. നടക്കാൻ പോലും പേടിയാണ്. അവിടുന്ന് വണ്ടി യാത്രയ്ക്കൊക്കെ പോരുമ്പോൾ ഓട്ടോ വിളിച്ച് പോരാനും ഓട്ടോ വിളിക്കാൻ കിട്ടുമെന്നില്ല. തലക്കാട് കൃഷിയൊക്കെ നശിപ്പിക്കും. എല്ലാം കൊണ്ടും വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം ബുദ്ധിമുട്ടാണ്. ഇതിനൊരു പരിഹാരം വേണം. ഒരു പരിഹാരം വേണം. വലിയൊരു ബുദ്ധിമുട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുന്നില്ല. നേരത്തെയൊക്കെ 6 മണിക്ക് ശേഷമായിരുന്നു ആന ഇറങ്ങുന്നത്. ഇപ്പം 4 മണിക്ക് തന്നെ ഇറങ്ങി തുടങ്ങി. അപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരാനും എല്ലാം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം എന്തായാലും കണ്ടെത്തിയേ പറ്റുള്ളൂ. ഒന്നുമില്ല, ആനയെ കൊന്നു കളയാനുള്ള നടപടി എടുക്കണം. അല്ലെങ്കിൽ അതിനെ മാറ്റി പാർപ്പിക്കാനുള്ള നടപടി എടുത്തേ പറ്റുള്ളൂ. അല്ലാതെ ഇവിടുന്ന് എല്ലാവരും മാറിപ്പോയി തുടങ്ങി. വീടുകളൊക്കെ വിറ്റ് പോയി തുടങ്ങി. അപ്പം കാട്ടാനയെ ഭയന്ന് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ജോലി കഴിഞ്ഞ് രാത്രി വരുമ്പോഴും ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരും ഒക്കെ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. അപ്പം അതിനൊരു പരിഹാരം നേടിയേ പറ്റുള്ളൂ ഞങ്ങൾക്ക്. ആൺകുട്ടികൾക്ക് കല്യാണം നടക്കണമെങ്കിൽ എന്തായാലും മുള്ളരിങ്ങാട് ഭാഗത്തുനിന്ന് പറയുമ്പോൾ ആരും ഇങ്ങോട്ട് കെട്ടിച്ച് വിടുകയല്ല. ഇനി പെൺകുട്ടികളെ കെട്ടിക്കൊണ്ട് പോകുമായിരിക്കും. പക്ഷെ എന്നാലും ആൺകുട്ടികൾക്ക് പെണ്ണ് എന്തായാലും ഇവിടുന്ന് കിട്ടുകയില്ല. അങ്ങനെ കിട്ടുകയില്ല. കെട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വിടുകയില്ല. അതെന്തായാലും ആ ഒരവസ്ഥ വരിക. അതൊരു ദയനീയമായ അവസ്ഥയല്ലേ ആൺകുട്ടികളുടെ. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് ഈ നാട്ടുകാർ കടന്നു പോകുന്നത്. ഇപ്പോഴും കാട്ടാനയുടെ ഭീതിയിലാണ്. പുറത്തിറങ്ങാൻ പോലും കഴിയാതെ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ കഴിയാത്തൊരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ചേട്ടാ, ഇതിനൊരു കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ആവശ്യം. പക്ഷെ ഇത് നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറേ നാളുകളായിട്ട് ആളുകൾ ഇതിൻ്റെ പുറകെ കേസുകളും കൂട്ടങ്ങളും ഇതായിട്ടെല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മറ്റൊന്നുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും വരുന്നെങ്കിൽ ഇപ്പോൾ ഒരു മന്ത്രിയുടെ മകനെ ഇപ്പോൾ ഈ ആന ചവിട്ടി കൊന്നെങ്കിൽ ഇവർ തീരുമാനം ഉണ്ടാവില്ലേ? ഉണ്ടാവും.
അപ്പോൾ ഇതൊരു സാധാരണക്കാരന്റെ ജീവിതത്തിലേക്ക് വന്നു കഴിയുമ്പം ഇവർക്ക് ആർക്കും തിരിഞ്ഞു നോക്കാനോ ഇതിലേക്ക് എത്തിപ്പെടാനോ സാധിക്കണില്ല. ഇത് ദിവസങ്ങൾ കഴിയുന്നതോറും ആനകളുടെ ശല്യം പെരി വരികയുള്ളൂ. ഇതിപ്പോൾ സിറ്റികളിലേക്കും ടൗണുകളിലേക്കും എല്ലാം ഇത് ഇറങ്ങും. ഇതിന് ഇത് വരണമെങ്കിൽ ഈ പറയുന്ന മന്ത്രിമാരെയോ MLA-മാരെയോ മക്കളെയോ അവരുടെ ഭാര്യമാരെയോ ആനയോ ഇല്ലെങ്കിൽ മറ്റുള്ള ജീവികളോ ചവിട്ടിക്കൊല്ലുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമാണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ. എല്ലാ സ്ഥലത്തും ഇത് സംഭവിക്കുന്നത്. ഈ ഒരു 2 ആഴ്ച മുമ്പാണ് കുട്ടമ്പുഴ ഇത് സംഭവിച്ചത്. എന്നാലും എന്താ ഈ വാഗ്ദാനങ്ങൾ കൊടുക്കും പോകും, എത്രയാണ് ഇവിടെ സംഭവിക്കുകയുള്ളൂ. വേറെ ഒന്നും ഇവിടെ സംഭവിക്കാനില്ല. ഫെൻസിംഗ് അടക്കം പകുതി മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബാക്കി നാട്ടുകാരാണ്. ഫെൻസിംഗ് ഇപ്പൊ ചെയ്തേക്കണ ഇവിടെ നാട്ടുകാർ പിരിവെടുത്ത് പൈസ എടുത്താണല്ലോ ചെയ്തേക്കണല്ല. സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഇത് ജനങ്ങൾ ഇവിടെ പിരിവെടുത്തുണ്ടാക്കി വെച്ചേക്കുന്ന ഫെൻസിംഗ് ആണ് ഈ കാണുന്നത്. സർക്കാർ ഇതിലേക്ക് ഇതുവരെ എത്തിയിട്ടില്ലല്ലോ. നാളെ ഒരു ഉദ്യോഗസ്ഥന്മാരെയോ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മന്ത്രിമാരെ ആരെങ്കിലും ചവിട്ടിക്കൊല്ലട്ടെ, അപ്പൊ കാണാം. അപ്പൊ തീരുമാനം ഉണ്ടാവും. അന്നേരമാണ് ഇതിനൊരു തീരുമാനം ഉണ്ടാവുള്ളൂ. യുവാക്കൾക്ക് ഇവിടെ കല്യാണം പോലും നടക്കാത്ത ഒരു യുവാക്കൾക്കെന്ന് പറയുമ്പോഴത്തേനും ഈ വനമേഖലയുടെ അടുത്തേക്ക് പെമ്പിള്ളേരെ കെട്ടിച്ചു വിടാൻ പറഞ്ഞ ഏതെങ്കിലും കാരണവന്മാർ സമ്മതിക്കുമോ? അത് സമ്മതിക്കില്ല. ഇതാണ് ഈ ആനശല്യം ഇതുള്ളതുകൊണ്ട് ആരും സമ്മതിക്കില്ല. അത് ഇവരുടെ ആരെങ്കിലും മക്കളെ കെട്ടിച്ചു വിടുമോ? ഇല്ല. അപ്പൊ ഇതാണ് ഇവിടുത്തെ വിഷയം. കാട്ടാനയുടെ ആക്രമണം കൂടി വരുന്നത് കാലാകാലങ്ങളായിട്ട് ഈ വന്യജീവികളുടെ വർധനവിൽ നമ്മുടെ രാജ്യത്ത് മാത്രമേ ഒരു പ്രാകൃത നിയമമുള്ളൂ. നമ്മുടെ രാജ്യത്ത് ലോകരാജ്യത്ത് 197 രാഷ്ട്രങ്ങളുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലും ജനത്തിന് ഭീഷണിയാകുന്ന എല്ലാ വന്യമൃഗങ്ങളെ ഡിസ്പോസ് ചെയ്യാനുള്ള നിയമങ്ങളും അതിനുള്ള നടപടികളും സത്വരമായിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ മാത്രം കുറേ രാഷ്ട്രീയക്കാരും കുറേ ഉദ്യോഗസ്ഥന്മാരും, ഏറ്റവും കൂടുതൽ ഉദ്യോഗസ്ഥന്മാരാണ്, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരാണ് അതിനകത്ത് വളരെയധികം ഭീഷണി ഉണ്ടാക്കുന്ന അവർ തന്നെയാണ്. അവരുടെ സമീപനത്തിന് വ്യത്യാസം മാറണം. ജനങ്ങൾക്ക് വേണ്ടി അവരേതോ ഒരു മായ ലോകത്തിൽ ജീവിക്കുന്നവരെ അവരുടെ സമീപനം മുഴുവൻ, ഫോറസ്റ്റുകാരുടെ സമീപനങ്ങൾ മുഴുവൻ അങ്ങനെയാണ്. അതിന് വ്യത്യാസം വരണം. ജനങ്ങളോട് ഇടയ്ക്ക് ചെന്നിട്ട് ഞാനൊക്കെ ഇവിടെ ഫോറസ്റ്റിലിരുന്ന സമയത്ത് വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ഫോറസ്റ്റ് സ്റ്റാഫൊക്കെ ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുന്ന നല്ല മനോഭാവമുള്ള ഫോറസ്റ്റുകാരായ ഉദ്യോഗസ്ഥമായിരുന്നു. വർഷങ്ങൾ ഒരു 1985 കാലഘട്ടത്തിലുള്ള ഈ നാട്ടിലുള്ള ഫോറസ്റ്റുകാരൊക്കെ ഈ ജനങ്ങളുമായിട്ട് ഇടപഴകി ജനങ്ങളുടെ എല്ലാ സാഹചര്യങ്ങളോട് ഇടപഴകി അവർക്ക് സഹായം ചെയ്തുകൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുമായിട്ട് യാതൊരു സമ്പർക്കവുമില്ല. ഒരു അരണ എന്ന് പറയുന്ന ചെറിയ ഒരു ജീവിയാണ്, ദരിദ്രമായ ജീവി. ആ ജീവിയെ ഒന്ന് ഓടിച്ചു കഴിഞ്ഞാൽ അപ്പം അവർക്കെതിരെ അവരെ ഫോറസ്റ്റ് അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമായിട്ട് നടക്കുക. അതിന് വ്യത്യാസം വരണം. ഈ രാജ്യത്തെ ഈ നിയമങ്ങൾക്ക് വ്യത്യാസം വരണം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും വലുപ്പം. ഇവിടെ പേപ്പട്ടിയുടെയും കാട്ടുമൃഗങ്ങളുടെയും ജീവനല്ല വലുത്, മനുഷ്യന്റെ ജീവനാണ് വലുതെന്നുള്ള സത്യം മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് ഈ നിയമം മാറ്റി എഴുതണം, മുഴുവനായിട്ട് മാറ്റി എഴുതണം. നമ്മുടെ രാജ്യത്തിന്റെ നിയമം മാറ്റി എഴുതിയെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായി. ഈ പ്രസംഗം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, ഈ പ്രകടനം കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല. ഇത് പ്രാക്ടിക്കലായിട്ട് പ്രായോഗിക തലത്തിലേക്ക് ഇറങ്ങി വന്ന് എന്റെ വ്യക്തമായ അഭിപ്രായം ഇപ്പൊ ഈ 3 ആനകൾ വേണ്ടി ഞാൻ 3 ആനയെ വിഷം വെച്ച് കൊല്ലണമെന്നുള്ള അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത്രയ്ക്കും വികാരമുണ്ട് എന്റെ മനസ്സിൽ. തീർച്ചയായിട്ടും അങ്ങനെ ഉള്ള സമീപനം ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതിന് ശാശ്വതമായി പരിഹാരമുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കൃഷി ചെയ്യാൻ പോലും കഴിയാത്ത ഈ വന്യമൃഗങ്ങൾ അത് കൃഷി നശിപ്പിക്കുന്നുണ്ട്, കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും ഏത് രീതിയിലും ജീവിക്കാൻ കഴിയാത്ത അത്രയേറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് ഇവിടെയുള്ളത്. പലപ്പോഴും ഇവർ അധികൃതരെ അറിയിച്ചിട്ടുണ്ട് ഈ കാട്ടാനകളുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം, ഫെൻസിങ് അല്ലെങ്കിൽ അതിൻ്റെ ഒക്കെ പണി എത്രയും വേഗം പൂർത്തിയാക്കണം, ഞങ്ങൾക്കൊരു ശാശ്വതമായിട്ടുള്ളൊരു പരിഹാരം ഉണ്ടാകണമെന്ന്. പക്ഷേ ഒരു അപകടം വരുമ്പോൾ മാത്രമാണ് ഇവിടെ ജനപ്രതിനിധികൾ ഓടിയെത്തുകയും ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കുകയും അല്ലെങ്കിൽ പരിഹാരം ഉണ്ടാക്കാമെന്ന് ഉറപ്പ് നൽകി മടങ്ങുകയും ചെയ്യുന്നത്. പക്ഷേ ആ ഉറപ്പിനെ ഇപ്പോഴും നാട്ടുകാർ വിശ്വസിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കിടങ്ങ് അല്ലെങ്കിൽ ഈ ഫെൻസിംഗ് അത് എത്രയും വേഗം പൂർത്തിയാക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ കടുത്ത പ്രതിഷേധവുമായി തെരുവിലിറങ്ങും എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. ഇതിപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം എല്ലാ നാടുകളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം വന്യജീവി ആക്രമണം എന്നുള്ളത് കുറേ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു വാർത്തയാണ്. ഇതിനെതിരെ കൃത്യമായിട്ട് സർക്കാരുകൾ, അതായത് കേന്ദ്ര സർക്കാരാകട്ടെ കേരള സർക്കാരാകട്ടെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്റ്റുകൾ ഭേദഗതി ചെയ്ത് കൃത്യമായിട്ട് ജനങ്ങളെ ഉപദ്രവിക്കുന്ന ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാനുള്ള നിയമം ഈ നാട്ടിലുണ്ടാകണം. അതുണ്ടാക്കേണ്ടത് ഇവിടുത്തെ ജനപ്രതിനിധികളാണ്.
അതുണ്ടാക്കേണ്ടത് ഇവിടുത്തെ വനം വകുപ്പല്ല. അപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ വനം വകുപ്പിന്റെ മേൽ പഴിചാരിക്കൊണ്ട് നമ്മൾ ആവശ്യമായിട്ട് ശ്രദ്ധ വഴിതിരിച്ച് വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ഇവിടുത്തെ ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരുമാണെന്ന കാര്യത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ഇങ്ങനെ ജനങ്ങളെ ഇങ്ങനെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ശ്രദ്ധ തിരിച്ച് വനം വകുപ്പിന്റെ മേൽ പഴിചാരിക്കൊണ്ടിരിക്കുകയാണ്. ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം എന്താ? ഈ നാട്ടിൽ ജനങ്ങൾക്ക് ജീവനും സ്വത്തിനും സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള നിയമം സംരക്ഷിക്കുക എന്നുള്ളതാണ് ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം അവർ മറന്ന് അവർക്ക് വനം വകുപ്പ് മൂലവും അല്ലെങ്കിൽ പരിസ്ഥിതി വാദം മൂലവും കിട്ടാവുന്ന ഫണ്ടുകളും വിദേശ ഫണ്ടുകളും ഒക്കെയും വാരിക്കൂട്ടുന്നതിന് വേണ്ടി ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ പൊറോട്ട നാടകങ്ങൾ കളിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്യാതെ ജനങ്ങളെ വിഡ്ഢികളായിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ പരിണതഫലമാണ് ഇപ്പം നിലവിൽ ജനങ്ങൾ അനുഭവിക്കുന്നത്. ഇത് പൈങ്ങോട്ടൂർ അല്ലെങ്കിൽ ഈ മുള്ളിരിങ്ങാട് എന്ന് പറയുന്ന സ്ഥലം വണ്ണപ്പുറം പഞ്ചായത്ത് ഉൾപ്പെടുന്ന ഇടുക്കി ജില്ലയാണ്. അതുപോലെ തന്നെ ഇതിന്റെ തൊട്ടടുത്ത സ്ഥലമാണ് പൈങ്ങോട്ടൂർ. ആ പഞ്ചായത്തും ഇതും ഇങ്ങനെ എറണാകുളം ജില്ലയിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കുട്ടമ്പഴി ഒരു പ്രശ്നം കണ്ടതാണ്. അത് എറണാകുളം ജില്ലയാണ്. ഇങ്ങനെ ഇടുക്കി ജില്ല ഈ ഭാഗത്ത് നിന്ന് അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ തൊട്ടടുത്ത പഞ്ചായത്ത് വണ്ണപ്പുറം പഞ്ചായത്ത്, കരുമണ്ണൂർ പഞ്ചായത്ത്, ഉടുമ്പന്നൂർ പഞ്ചായത്ത്, ഈ പ്രശ്നങ്ങളിലൊക്കെയും നിലവിൽ ഈ വനവുമായിട്ട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും ഈ പ്രശ്നം നിലവിലുള്ളതാണ്. അപ്പോൾ അതിനെതിരെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനപ്രതിനിധികൾ ഒരു നിയമം ഉണ്ടാക്കാതെ ഈ പ്രശ്നത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുകയില്ല. വനം വകുപ്പിന്റെ മേലിട്ട് നമ്മൾ പഴിചാരിയിട്ട് കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ചെറുതോണിയും അല്ലെങ്കിൽ കട്ടപ്പനയും അടിമാലിയും ഒക്കെ റിസർവ് ഫോറസ്റ്റ് ആണ്. ഇത് ഞങ്ങളുടെ പ്രദേശമാണെന്നാണ് അവർ പറയുന്നത്. ആ റിസർവ് ഫോറസ്റ്റ് ഡീഫോറസ്റ്റ് ചെയ്യാനുള്ള നിയമം എന്തുകൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഭരണാധികാരികൾ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല? അവിടെയാണ് കാപട്യം. അത് ജനങ്ങൾ തിരിച്ചറിയണം. അതുമാത്രമേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. അല്ല, ഇതിവിടെ ഞങ്ങൾക്കിവിടെ ഒരു 10-50 കൊല്ലം വരെ ഇവിടെ ഈ ഒരു 3-4 കൊല്ലത്തിന് മുമ്പ് വരെ ഇവിടെ ഒരു ആന എന്ന് പറയുന്ന സാധനം ഞങ്ങൾ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ഒരു 3-4 കൊല്ലമായുള്ളൂ ഈ ഭാഗത്തേക്ക് ഈ ആന വന്നിട്ട്. ആൾ നിസ്സാര ഏരിയ ഉള്ളൂ ഞങ്ങളുടെ ഏരിയയിൽ. ഈ ഫോറസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നിസ്സാര ഏരിയ ഉണ്ട്. ഈ മലയുടെ 2 സൈഡ് നിങ്ങൾക്ക് ആനയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ പോലും ഉള്ള ഒരു ഇതില്ല. ആ സ്ഥലത്തേക്ക് ഇവിടെ എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഫോറസ്റ്റ് അധികാരികൾ ഇവിടെ ഈ മറ്റുള്ള വനങ്ങളിൽ ആന പെരുകിയിട്ട് അവിടെ നിന്ന് വണ്ടിയിൽ ഇവിടെ കൊണ്ടുവന്ന് വിട്ടതാണോന്ന് വരെ ഞങ്ങൾക്ക് സംശയമുണ്ട്. ആന ഇവിടുന്ന് പോകില്ല. എന്ത് ചെയ്താൽ പോകില്ലാത്തൊരവസ്ഥ. ഇപ്പോൾ അടുത്ത ആ കാഞ്ഞിരവെല്ലിൽ ഒരാൾ മരിച്ചു, കുട്ടമ്പുഴ ഒരാൾ മരിച്ചു, ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചു. ഇത് ഡിപ്പാർട്ട്മെന്റ് ഇതിൻ്റെ അകത്ത് യാതൊരു ഈ മോഹന വാഗ്ദാനം ഞങ്ങൾക്ക് തരുന്നതല്ലാതെ ഞങ്ങൾക്ക് യാതൊരു ഇതും ഒരു ആനുകൂല്യം കിട്ടുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ഞങ്ങൾക്ക് ഇവിടുന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. കാരണം ഒരു ആശുപത്രി പോകണേ, തൊഴിൽ പോകണം, അല്ലെങ്കിൽ കോതമംഗലത്ത് പോകണം. ഇവിടെ എങ്ങും ഒരു ആശുപത്രി പോലും ഈ നാട്ടിലില്ല. എന്ത് ചെയ്യും? 6 മണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കിടന്ന് മരിക്കുമല്ലോ, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ആന വന്നതിന് ശേഷം ഉണ്ടായ പ്രശ്നമാണത്. എന്തായാലും ഗവൺമെന്റിന് അടിയന്തരമായിട്ടൊരു നടപടി ഉണ്ടാക്കാതെ ജനങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പുറത്തെവിടെ പോയിട്ട് വന്നാലും ഇവിടെ തിരിച്ചു വരാൻ പറ്റില്ല. ഒരു സ്ഥലത്തുനിന്ന് വണ്ടി വിളിച്ചാലും ഇവിടെ വരില്ല. കാരണം അവർക്ക് തിരിച്ചു പോകണ്ടേ, പേടിയാണ് ഒറ്റയ്ക്ക് വരാനായിട്ട്. ഇപ്പം ആന വന്നതിന് ശേഷം ജീവിതം വളരെ ദുരിതമായി. ഈ നാട്ടിൽ നിന്ന് മറുനാട്ടിലേക്ക് കടന്നു പോകാനാണ് ഇപ്പോൾ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. കാരണം അവരുടെ ജീവനും അവരുടെ സ്വത്തിനും യാതൊരു സംരക്ഷണവും ഇല്ല, ഒരു പ്രതീക്ഷയില്ല. അവർക്ക് ജീവിക്കാമെന്നുള്ള പ്രതീക്ഷയില്ലാതെയായി ഈ നാട്ടുകാർക്ക്. കാരണം ഈ 40-50 വർഷത്തിന് ശേഷം ഒരു 3 വർഷത്തോളം ആയുള്ളൂ ഈ ആനകൾ ഈ നാട്ടിൽ വന്നിട്ട്. ഈ ആന വന്ന വഴി തിരിച്ചു പോകാൻ ആനയ്ക്ക് സാധിക്കുന്നില്ല. ഇവിടെ കുറച്ച് വെള്ളം കിട്ടും, അത്യാവശ്യം ഒരു കുറച്ച് ആനയ്ക്ക് ഭക്ഷണം കിട്ടും. ഇപ്പോൾ ഒരു കുറച്ച് അത് ഈ രണ്ട് മലയുടെയും ചെരുവിലൂടെ മാത്രമേ ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് പ്ലാന്റേഷനേ ഉള്ളൂ. ഇതൊരു തിക്ക് വനോ ഫോറസ്ട്രി ഒന്നും അല്ല. ഇത് തേക്ക് പ്ലാന്റേഷനാണ്. ആ തേക്ക് പ്ലാന്റേഷനിലേക്ക് തീറ്റയ്ക്ക് ഒരു കുറച്ച് ദിവസത്തേക്ക് തീറ്റ കിട്ടും. അത് പിന്നെ വെള്ളം മാത്രമേ അവർക്ക് കിട്ടുന്നവരുള്ളൂ. അപ്പോൾ ഈ തീറ്റ ഇല്ലാത്തതുകൊണ്ട് മനുഷ്യൻ നടന്ന വാഴയോ കണ്ണാരയോ പ്ലാവയോ ചക്കയോ ഉണ്ടായി. പ്ലാവിലിപ്പോൾ ചക്ക കായ്ക്കണമ്പോൾ ഞങ്ങൾക്ക് പേടിയായിപ്പോൾ. കാരണം ഈ സാധനം ഈ ചക്ക വരണ ഒരു പ്ലാതെ പഴുത്താൽ മതി, ഈ സാധനം ആ മണം പിടിച്ച് അങ്ങോട്ട് വരും. അപ്പോൾ ഒരു ചക്ക പ്ലാവ് പണ്ട് നമ്മൾ പ്ലാവ് ഒഴിച്ചിട്ടോ ചക്ക ഉണ്ടാകുമ്പോൾ തിന്നണം എന്നുള്ള വിചാരമായിരുന്നെങ്കിൽ ഇപ്പോൾ ചക്ക ഉണ്ടായി കഴിഞ്ഞാൽ പ്ലാവ് കാച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിയ ജനങ്ങൾക്ക്. കാരണം വെച്ചാൽ ഈ സാധനം ഏത് സമയത്ത് ഇതിനെ മണവും പിടിച്ച് ഇങ്ങോട്ട് ഇറങ്ങി വരും. മനുഷ്യന് മുറ്റത്ത് നിൽക്കണ പ്ലാവ് വരെ വന്ന് ചക്ക പറിച്ച് നിന്നിട്ട് പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കൃഷി ചെയ്യാൻ പറ്റാതെ വരുന്നു. ഇത് തന്നെയല്ല കാട്ടുപന്നിയുടെ ഉപദ്രവങ്ങൾ, കപ്പ, ചേങ്ക, ചേന ഇങ്ങനെ ഒരു സാധനം കിട്ടില്ല. ഇപ്പം ഈ ഒരു കുറച്ച് ഫോറസ്റ്റ്, അത് അല്ലാണ്ട് വലിയൊരു പോർഷൻ ഇത് ഇടുക്കിയിലായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് അങ്ങ് കിടക്കുന്ന ഒരു പ്രദേശം. അതിൻ്റെ ഈ വെള്ളക്കയത്തിന് ഇപ്പുറത്തേക്ക് കോട്ടപ്പാറയ്ക്ക് ഇപ്പുറത്തേക്ക് ഒരു കുറച്ച് മേഖലയിലെങ്കിൽ വനമുള്ളൂ. ആ വനമേഖല എന്ന് പറഞ്ഞാൽ ഒരു നിസാരം, അതും അധികം വനമല്ല, തേക്ക് പ്ലാന്റേഷനാണ്.
ആ പ്ലാന്റേഷനകത്ത് ഈ ആനയ്ക്ക് പറ്റിയ പ്രശ്നമൊന്നുമില്ല. ഈ വലിയ തോട്, ഈ പുഴയിൽ ഉള്ള വെള്ളം മാത്രമാണ് അവരുടെ ഒരു ആശ്രയം. ആ ആശ്രയത്തിലൂടെ നിൽക്കുന്നു. ഇവർ നാട്ടിൽ നിന്ന് കാട്ടിൽ നിന്ന് സന്ധ്യ ആകുമ്പോൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു. ആൾക്കാർ നട്ട വൃക്ഷങ്ങളും തെങ്ങും പനയും വാഴയും ഇവർ തിന്നുന്നു. തിരിച്ച് അവർ പുഴയിലേക്ക് പോകുന്നു. എവിടെയെങ്കിലും ഒളി സ്ഥലത്ത് പോയി ഇവർ പതുങ്ങി നിൽക്കുന്നു. സന്ധ്യയായി കഴിയുമ്പോൾ അവർ വീണ്ടും വരുന്നു. കർഷകനെ ഒരു കാരണവശാലും കാർഷിക മേഖലയിൽ ജീവിക്കുന്നതിന് ഒരു കാരണവശാലും ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അത് പോരാത്തത് നമ്മൾ പറഞ്ഞ ഒരു ആശുപത്രിയിലോ ഒന്ന് പോകാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തേക്ക് പോകാനോ ഇവിടെ ആളുകൾക്ക് ഇവിടെ ഒരു ജോലിയില്ല. ഇവിടെ ഈ കൃഷി മാത്രമേ ഉള്ളൂ. കൃഷി നിർത്തിയ ആൾക്കാർ. അപ്പോൾ എല്ലാവരും തൊഴിൽ മേഖലയിലെല്ലാം മറ്റ് രാജ്യങ്ങളിൽ മറ്റ് സ്ഥലങ്ങളിൽ ആശ്രയിക്കുന്നത്. അപ്പോൾ ഈ ആളുകൾക്ക് മറ്റേ ഈ ആന വരുന്നതിന് മുമ്പ് ഒരു 4 മണിയാകുമ്പോൾ തുടങ്ങി വണ്ടികൾ പുറത്തേക്ക് പോയി തുടങ്ങും. ബൈക്കും കാറുകളും ഒക്കെ ആൾക്കാർ അങ്ങനെ യാത്ര ചെയ്തുകൊണ്ട്. ഇപ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ നിൽക്കുക. ഏതെങ്കിലും ഒരു ബസ്, ലൈൻ ബസ് വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പുറകെ ഇപ്പോൾ ആളുകൾ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി പോകണം. ഒരു ആശുപത്രിയിലേക്ക് പോകണമെങ്കിൽ പേടിച്ചിട്ട് ഒരു ആശുപത്രിയിൽ പോകാൻ പോലും പറ്റാത്തൊരവസ്ഥ. ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറയുന്ന സർക്കാരിനെ കൊണ്ട് സാധിക്കുള്ളൂ. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ട നിർദ്ദേശങ്ങളോ അതിനുവേണ്ട അംഗീകാരങ്ങളോ സർക്കാർ കൊടുക്കാതെ പറ്റില്ലല്ലോ. അതിനുള്ള ഫോറസ്റ്റുകാർ നമ്മൾ ആക്ഷേപിച്ചിട്ടോ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല. ഈ സാധനം ഇവിടെ വന്നു, അവരും കുറേയൊക്കെ നോക്കണില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാവണം. ഫെൻസിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഫെൻസിംഗ് ഒന്നും അതിന് ശാശ്വതമല്ല. കാരണം വെച്ചാൽ അത് നിസ്സാര ഒരു കമ്പം മറിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി തീർന്നു. അപ്പോൾ ഒന്നിൽ വലിയ ഫെൻസിങ് വേണം, അല്ലെങ്കിൽ ട്രെഞ്ച് വേണം. ഇതിലേതെങ്കിലും ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇവിടെ പിടിച്ചു നിൽക്കാനും ജീവിക്കാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ ഞങ്ങൾ എവിടെ പോകണമെന്ന് സർക്കാർ തീരുമാനിക്കും. കാരണം ആനയെ വളർക്കാനായിട്ട് ഇതെല്ലാവരും കൂടെ വേറൊരു സ്ഥലത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആനയെ വിട്ട് വളർക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് വരും. ആനയാണോ പന്നിയാണോ ജീവിക്കേണ്ടത്, അത് മനുഷ്യനാണോ ജീവിക്കേണ്ടത്? അവനെങ്ങനെ ആഹാരം കഴിക്കണോ, അവനെങ്ങനെ ജീവിക്കുന്നു, മനുഷ്യനെങ്ങനെ ജീവിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ഭരണപക്ഷത്തോ പ്രതിപക്ഷത്തോ ഒരു ചിന്തയില്ല, ഇതുമില്ല. അവർ മൃഗങ്ങളെ സംരക്ഷിക്കാൻ വേണ്ട അതിന് കുറേ പരിതസ്ഥിതി സ്നേഹികളും ഒക്കെ ഇനി വരും. അവരൊരു കേസ് റിട്ടും കൊടുക്കും. അപ്പോൾ അതോടുകൂടി അവരുടെ ആ കാര്യങ്ങൾ അങ്ങനെ നടക്കും. പക്ഷേ മനുഷ്യൻ ഈ ഒരു 100 വർഷത്തിന് മുമ്പ് ഇവിടെ കയറി ഞാൻ വസിക്കുന്ന ജനങ്ങളായത്. അല്ലാണ്ട് ഇതൊന്നുമില്ലെന്നുള്ള സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ ഒത്തിരി മുമ്പ് ഇവിടെ ജനം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ആ സ്ഥലത്ത് നിൽക്കുന്ന ആളുകളെ ഇനി എന്ത് ചെയ്യണമെന്ന് സർക്കാർ തീരുമാനിക്കും. അല്ലാണ്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിച്ചാൽ സർക്കാർ തീരുമാനിക്കും ജനത്തിന് എന്നെ ചെയ്യണം. ഈ ജനത്തിന് ഇവിടുന്ന് ഇറക്കി വിട്ടണോ, അല്ലേ ഇവിടെ താമസിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും. നിസ്സാരം ചെയ്യാവുന്ന പണികളും ഉള്ളതൊക്കെ ആ ജനവാസിക്ക് മേൽ ഒന്നിലോ ട്രെഞ്ച് കാത്ത് അല്ലെങ്കിൽ ശക്തമായ ഫെൻസിങ് ഇടുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം തന്നെയല്ല, ഇതിനെ അങ്ങനെ ഇവിടെ വളർത്താൻ പറ്റില്ല. കാരണം ഇതിന് തീറ്റ അവിടെ. അപ്പോൾ ഈ സാധനത്തിനെ യഥാർത്ഥത്തിൽ ഓടിച്ച് പെരിയാറിനക്കരെ വലിയ ഫോറസ്റ്റിലേക്ക് കടത്തി വിടണം. അതിനുള്ള സംവിധാനമാണ് നമുക്കിവിടെ വേണ്ടത്. അതിനുള്ളൊരു ശാശ്വത പരിഹാരം ഭരണാധികാരികളിൽ നിന്നും ഉണ്ടാകണം. അല്ലാണ്ട് ഫോറസ്റ്റുകാരെ 2 തെറി പറഞ്ഞ് കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവർ മറ്റു നിയമങ്ങൾക്കനുസരിച്ച് അവർ നിൽക്കാൻ പറ്റുള്ളൂ. അതിനകത്ത് ശാശ്വതമായി വരെയുള്ളൂ. പക്ഷെ ദൗർഭാഗ്യവശാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ മുള്ളരിങ്ങാട് മേഖലയിൽ നടക്കുന്നത് അങ്ങനെയല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ 10-40 വർഷത്തിലധികമായിട്ട് താമസിക്കുന്ന ആളുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഈ അടുത്ത കാലത്തെങ്ങും ഇങ്ങോട്ട് വലിയ രീതിയിലുള്ള കുടിയേറ്റങ്ങൾ സംഭവിച്ചിട്ടില്ല. ഈ 40 അല്ലെങ്കിൽ 30 വർഷത്തിനകത്തും കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനകത്താണ് ഇത്തരത്തിൽ ആന അടക്കമുള്ള വന്യമൃഗങ്ങളുടെ ആക്രമണം അതിരൂക്ഷമായിട്ട് ഈ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയം ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറം ഭീകരമാണ്, വലുതുമാണ്. മുള്ളരിങ്ങാട്ടേക്ക് പ്രധാനമായിട്ട് വരുവാൻ വേണ്ടിയിട്ട് 3 വഴികളാണുള്ളത്. ഒന്ന് കോട്ടപ്പാറ കയറി വണ്ണപ്പുറത്ത് നിന്നുള്ളൊരു വഴിയാണുള്ളത്, ഒന്ന് പൈങ്ങോട്ടൂരിൽ നിന്നുള്ള ഒരു വഴിയാണുള്ളത്, ഒന്ന് നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഈ ബൈറ്റ് എടുക്കുന്ന ഒരു തലക്കോട് നിന്നുള്ള വഴിയാണുള്ളത്. അതിൽ 3-ൽ 2 വഴികളും നമ്മൾ തലക്കോട് നിന്ന് എറണാകുളം ജില്ലയും ഈ മുള്ളരിങ്ങാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന തലക്കോട് നിന്നുള്ള വഴിയും അതോടൊപ്പം തന്നെ പൈങ്ങോട്ടൂരിൽ നിന്നുള്ള വഴിയും, ഈ 2 വഴികളിലും രാത്രിയായിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു രീതിയിലല്ല ഉള്ളത്. അതിനകത്തെ പ്രശ്നമെന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ഇതൊരു ഗ്രാമീണ മേഖലയാണ്. ഇവിടെ ധാരാളമായിട്ട് കുട്ടികൾ, ഏറ്റവും കുറഞ്ഞ ദൂരം എന്ന് പറയുന്നത് തൊടുപുഴയാണ്. തൊടുപുഴ, കോതമംഗലം, മൂവാറ്റുപുഴയിലേക്ക് കോളേജുകളിൽ പോയി പഠിക്കുന്ന ആളുകളാണ്. ധാരാളമായിട്ടുള്ള തൊഴിലാളികളുണ്ട്. ഇവരെല്ലാം രാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങി വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയിൽ തിരിച്ചു വരുന്ന ആളുകളാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്കൂളുകളിൽ, കോളേജുകളിൽ പോകാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അവർക്ക് വൈകുന്നേരം തിരിച്ച് വരുന്ന സമയത്ത് കോളേജിൽ അവരുടെ പഠിത്തം മുടങ്ങുന്നു. അതോടൊപ്പം തന്നെ തൊഴിലാളികൾക്ക് പ്രത്യേകിച്ച്, തൊഴിൽ ചെയ്യുന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ജോലി ചെയ്തിട്ട് തിരിച്ചു വരുമ്പോൾ പലപ്പോഴും ജോലി മുടങ്ങുന്ന ഒരു അന്തരീക്ഷം കൂടിയുണ്ട്. അതോടൊപ്പം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒരു ആശുപത്രി കാര്യമുണ്ടെങ്കിൽ, മുള്ളരിങ്ങാട് മേഖലയിൽ ആശുപത്രികളില്ല, ആകെയുള്ളൊരു പ്രൈമറി ഹെൽത്ത് സെന്റർ മാത്രമാണ്. ഇവിടെ നിന്ന് ഒരാൾക്ക് ഒരു ആശുപത്രി പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ രാത്രിയിൽ രോഗിയെ കൊണ്ട് പോകാൻ പോലും ഡ്രൈവർമാർ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷം കൂടിയാണുള്ളത്.
അതായത് ഏകദേശം ഈ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽപ്പെട്ട് മുള്ളരിങ്ങാട് എന്ന് പറയുന്ന മേഖല ഐസൊലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയിലാണുള്ളത്. തീർച്ചയായിട്ടും അതിനകത്ത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഇവിടുത്തെ സംസ്ഥാന സർക്കാരിന്റെ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതായിട്ട് കൂടിയുണ്ട്. ഇപ്പോൾ പലപ്പോഴായിട്ടും പറഞ്ഞു വരുന്ന ചർച്ചകളിൽ വരുന്ന ഒരു വിഷയം ഒന്ന് ട്രെഞ്ച്, അതോടൊപ്പം തന്നെ ഫെൻസിംഗ് പോലെയുള്ള സംവിധാനങ്ങളിലൂടെ ആനയും ഇതര വന്യമൃഗങ്ങളും നാട്ടിലേക്ക് കടക്കുന്നത് തടയുക എന്നുള്ളതാണ്. ഈ ഒരു സന്ദർഭത്തിൽ രാഷ്ട്രീയം പറയേണ്ടതില്ലെങ്കിൽ കൂടി പറയാതിരിക്കാൻ വയ്യ. കേന്ദ്രത്തിൽ നിന്ന് കഴിഞ്ഞ 2021 ആണ്ടിൽ മാത്രം 168 കോടിയിലധികം രൂപ കേരളത്തിലേക്ക് കൊടുത്തിട്ടും അതിൽ 60 കോടിയോളം രൂപ മാത്രമാണ് ചെലവാക്കിയിട്ടുള്ളത്. ബാക്കി പണം ലാപ്സാക്കിയിട്ടുള്ളതാണ്. വയനാട്ടിൽ തത്തുല്യമായിട്ടൊരു വിഷയം നടന്ന സമയത്ത് കേന്ദ്ര വനം പരിസ്ഥിതി വകുപ്പ് മന്ത്രി ശ്രീ ഭൂപേന്ദ്ര യാദവ് വന്ന് പറഞ്ഞ സമയത്ത് ഏകദേശം 800 കോടിയോളം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഈ പണം വകമാറ്റി ചിലവഴിക്കുകയാണോ എന്നുകൂടി സംശയിക്കേണ്ടതായിട്ടുണ്ട്. കാരണം കേരളത്തിന്റെ ഇടുക്കി അടക്കമുള്ള ഒരു മേഖലയിലും ഈ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയുവാൻ വേണ്ടിയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനോ അല്ലെങ്കിൽ അതിന് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെഷേഴ്സ് എടുക്കുവാനോ ഈ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ പലപ്പോഴും സംഭവിക്കുന്നത് സർക്കാർ ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുന്നു, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ജനങ്ങളോടൊപ്പം ഉണ്ടെന്ന്. എവിടെ ഈ ഉണ്ട് എന്ന് പറയുമ്പോൾ മരിച്ചതിന് ശേഷം ഒന്ന് റീത്ത് വയ്ക്കുന്നതിലല്ല കാര്യം, മരണം ഉണ്ടാവാതിരിക്കുന്നതിലാണ്. ആ മരണം ഉണ്ടാവാതിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുന്നതിൽ സംസ്ഥാന സർക്കാർ പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പൂർണ്ണമായിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിലെ വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രനോട് ഞങ്ങൾക്ക് പറയാനുള്ളത് അദ്ദേഹത്തിന്റെ മന്ത്രിപദം അദ്ദേഹം പ്രൊട്ടക്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹത്തിന്റെയും ആ പാർട്ടിയുടെയും വിഷയമാണ്. ഒന്നുകിൽ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങാട് പോലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ ജീവന് വേണ്ടി പ്രവർത്തിക്കുക, അല്ലെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം എന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അധികൃതർ ഇതിന് നമ്മുടെ ഈ ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഉൾവനങ്ങളിലേക്ക് തുരത്തുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളോടൊപ്പം സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ളതല്ലാണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരു RRTനെ വെച്ചോ മറ്റവരുടെ സന്നാഹങ്ങൾ ഉപയോഗിച്ചോ നീക്കം ചെയ്തുള്ള നടപടി ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമുക്കുള്ള സഹകരണങ്ങളൊക്കെ ചെയ്തു തരുന്നു എന്നുള്ളതാണ്. ഇവിടുത്തെ 100-150ഓളം ചെറുപ്പക്കാരും ഈ പ്രദേശവാസികളുമാണ് കുറേ കാലമായിട്ട് ജനവാസ മേഖലയിൽ തമ്പടിച്ചിരിക്കുന്ന കാട്ടാനകളെ ഉൾവനത്തിലേക്ക് മാറ്റുന്നതിനുള്ളൊരു നേതൃത്വം കൊടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഫെൻസിങ് തന്നെ ഇവിടുത്തെ നാട്ടുകാരുടെ ശ്രമഫലമായിട്ട് ഒരു വൺലൈനായിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇത്രയും പാവപ്പെട്ട കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ഇനി ഒരിക്കലും ഇങ്ങനെ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടാണ്ടിരിക്കാനുള്ള മുൻകരുതൽ എടുക്കണമെന്നാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം. ഒരു പാവപ്പെട്ട കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു, ഏക ആൺ തരിയാണ് ഈ മരണപ്പെട്ട് കിടക്കുന്നത്. ആ ബാപ്പയുടെയൊക്കെ കരച്ചിൽ കേട്ടാൽ നമുക്കത് കേട്ടു നിൽക്കാൻ പോലും നമുക്ക് സഹിക്കത്തില്ല. ഞങ്ങൾ ഇനി ഒരിക്കലും ഒരു മനുഷ്യജീവൻ ഒരു വന്യമൃഗത്തിൻ്റെ ആക്രമണത്തിലൂടെ നഷ്ടപ്പെടരുതെന്നുള്ള ഒരു കാര്യമാണ് ഞങ്ങളിവിടെ പറയുന്നത്. അതിനു വേണ്ട മുൻകരുതലുകൾ, ഹാങ്ങിങ് ഫെൻസിങ് ഉൾപ്പെടെ അത് അത്ര സക്സസ് അല്ലെങ്കിൽ പോലും ഞങ്ങളുടെ ആവശ്യം ട്രഞ്ചാണ് വേണ്ടത്. ഫെൻസിങ് ഒരു താൽക്കാലികമാണ്. അതുകൊണ്ട് അതൊന്നും ഒരു ശാശ്വതമായ പരിഹാരമല്ല, താൽക്കാലികമായ ഒരു പരിഹാരം മാത്രമാണ്. ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ട്രെഞ്ച് തന്നെയാണ്. ഉടനടി അതിനുള്ള നടപടി സ്വീകരിക്കണം. ഇനി ഒരിക്കലും ഒരു മനുഷ്യജീവൻ പൊലിയരുത് എന്നുള്ളൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രതിഷേധം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് 4 മണിയോടുകൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. എന്തായിരുന്നു ഇന്നലെ നടന്നത്? ഇന്നലെ ഈ മേഖലയിലുള്ളവരൊക്കെ തന്നെ കന്നുകാലി വളർത്തിയാണ് ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. അമറിൻ്റെ കാണാതെ പോയ, ഇവിടെ കെട്ടിയിരുന്ന് കാണാതെ പോയ പശുവിനെ തേടി വീടിന് സമീപം ഈ കാണുന്ന വഴിയാണ്, ഇവിടെ മുകളിൽ വെച്ചാണ് പശുവിനെ തേടി ചെന്ന് കഴിഞ്ഞപ്പോൾ ആനയുടെ മുന്നിൽ പെടുകയാണ് ചെയ്തത്. ഒരു സുഹൃത്തും കൂടെ ഉണ്ടായിരുന്നു, മൻസൂർ എന്നൊരു പയ്യൻ. അത്ഭുതകരമായിട്ടാണ് മൻസൂർ രക്ഷപ്പെട്ടത്. ഇപ്പോൾ തൊടുപുഴ സെൻറ് മേരീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടത്. ഈ സാധാരണക്കാരായ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു മേഖലയാണ് ഈ മുള്ളരിങ്ങാട് എന്ന് പറയുന്നത്. ഇത് ഈ വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ 1-ാം വാർഡാണിത്. വണ്ണപ്പുറം പഞ്ചായത്ത് തന്നെയല്ല, പൈങ്ങോട്ടൂർ പഞ്ചായത്തിലും കവളങ്ങാട് പഞ്ചായത്തിലും ജനങ്ങളുടെ അവസ്ഥ ഇത് തന്നെയാണ്. ഇവിടുന്ന് 5 മണിക്ക് ശേഷം ഒരു ഓട്ടോ വിളിച്ചാൽ, ഒരു പാവപ്പെട്ടവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വിളിച്ചാൽ പോരത്തില്ല. കാരണം റോഡിൻ്റെ ഇരു സൈഡും വനമാണ്, അവിടെ ആന തമ്പടിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ചൊറ്റയ്ക്ക് വരാൻ പേടിയായതുകൊണ്ട് പാവപ്പെട്ടവന് ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വൈകിയ വേളയിൽ പോകാത്തൊരവസ്ഥയാണ് നിലവിൽ മുള്ളരിങ്ങാടുള്ളത്. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണം എന്നാണ് ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ആനയെ പിന്നെ നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നാണോ തുരത്തിയത്? ഈ ആനയെ ഇതുവരെ തുരത്തിയിട്ടില്ല. ഈ ആന ഓൾറെഡി ഇന്നലെ അവിടെ ഈ സംഭവം ഉണ്ടായിട്ട് അവിടെ എവിടെയോ ഈ പ്രദേശത്ത് എവിടെയോ നിലയുറപ്പിച്ചിട്ടുണ്ട്. എവിടെയാണെന്ന് നമുക്കറിയില്ല. അത് നമ്മൾ ഇന്നലെ DFOയും സബ് കളക്ടറും വന്നപ്പോൾ ഇന്ന് ഈ ആനയെ തുരത്തുന്നുള്ള നടപടികൾ ശക്തമായിട്ട് ഉണ്ടാകുമെന്നാണ് ഇന്നലെ ഞങ്ങൾക്ക് MP ഉൾപ്പെടെയുള്ള ആൾക്ക് ഉറപ്പ് തന്നത്. അവർ എന്ത് നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയില്ല. അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഉടൻ നടപടി എടുക്കുന്നുണ്ടല്ലോ എന്ന മന്ത്രിയുടെ ചോദ്യത്തെ വലിയ പ്രതിഷേധത്തോടെയാണ് നാട്ടുകാർ നോക്കിക്കാണുന്നത്.
ഉടനെ ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടായില്ലെങ്കിൽ തെരുവിലിറങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഞാനുണ്ട് ഇവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു. മറ്റൊരു ദിവസം വീണ്ടും കാണാം. നമസ്കാരം.